സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വൈറ്റ് ഡെയ്സിയാണ്. ഇതൊരു വെറൈറ്റി ചെടി തന്നെ എന്ന് പറയാം. കാരണം ഇതിൻ്റെ വൈറ്റ് ഇതളുകൾക്കിടയിലുള്ള ഈ ഒരു മഞ്ഞ ഭാഗം വളരെ പ്രോമിനൻ്റാണ് ഈ ചെടിയിൽ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിലൊരു ലാവണ്ടർ കളർ ഡെയ്സിയുടെ വീഡിയോ ചെയ്തിരുന്നു. അത് ആ ഡെയ്സി പോലെ തന്നെ ഇത് ഉണ്ടാകുമ്പോൾ സാധാരണ ഡെയ്സിയിലൊക്കെ ഒരു തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്തും 2-3 തണ്ട് ഒന്നിച്ചാണ് ഉണ്ടാകുന്നത്. അത് നിറഞ്ഞ് പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ ഒന്നിച്ച് പൂക്കളിൽ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ വണ്ടുകളും ഒക്കെ ഇഷ്ടം പോലെ വരികയും ചെയ്യും. അതും നമുക്കൊരു കണ്ണിന് നല്ലൊരു വിരുന്ന് തന്നെയാണ്. ഈ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 6 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വെയിൽ കെട്ടുന്നിടത്ത് വേണം നടാനായിട്ട്. പിന്നെ പരിചരണം എന്ന് പറയുന്ന വേറെ ഒന്നും പ്രത്യേകിച്ച് വേണ്ട. വെള്ളം നല്ലതായിട്ട് ഒഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൂക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചില്ലകളെല്ലാം കോതി കൊടുക്കുകയാണെങ്കിൽ പിന്നെയും പുതിയ ബ്രാഞ്ചസൊക്കെ വന്നിട്ട് നമുക്ക് പിന്നെയും ഇതുപോലെ തന്നെ പൂക്കൾ തരും. പിന്നെ അതുകൂടാതെ ഈ ചെടിയിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ പുതിയ തൈകൾ വരുമ്പോൾ ആ തൈകൾ നമ്മൾ മാറ്റി നട്ടാലും നമുക്ക് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് ചെടികളോടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഈ ചെടികളുടെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിലും അത് നിങ്ങൾക്കൊക്കെ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ ഞാൻ കുറച്ച് ചെടികളുടെയൊക്കെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കാണുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.